ഞാൻ ദേ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് ചിക്കു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളിത് മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇടയ്ക്ക് ചിക്കുവിന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. കയ്യിലെല്ലാം എന്തേ കളറുമായി. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മലേഷ്യൻ റെഡ് ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്കൊരു പുതിയ പരീക്ഷണം ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്തിട്ടേ നമുക്ക് മുളക് പൊടി ഉപ്പും കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ചിക്കു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. ചിക്കു പക്ഷേ അതൊന്നും കഴിച്ചില്ല കേട്ടോ. ചിക്കുവിന് വേണ്ടാന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇത് നല്ല കളറാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല കളറാണ്. ഡ്രസ്സിലൊന്നും വീഴാതെ നോക്കണം. എൻ്റെ ആ കറതേ നല്ല കളറാണ്. ഞാൻ ഇങ്ങനെ തന്നെ അവിടെ ഞങ്ങൾ പോയ സമയത്ത് അവരിങ്ങനെയാണ് കട്ട് ചെയ്തത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് എളുപ്പമുണ്ട്. നന്നായിട്ട് പഴുത്തിരിക്കുവാണ്. അത് കാരണം തന്നെ വേഗം ഇളകി വരും. ഇതിൻ്റെ തോടിങ്ങനെ ഇത് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ കണ്ടോ, ഇത്രയും നന്നായിട്ട് ഇളകി വരും. ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് എന്തായാലും ആദ്യം കഴിച്ച് നോക്കാം കേട്ടോ. ഉപ്പും മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഒന്നുകൂടെ കഴിച്ചു നോക്കാം. എനിക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. കൊള്ളത്തില്ല. അല്ലാതെ കഴിക്കുന്ന ടേസ്റ്റ് നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. വെറുതെ അതിനെ കൊള്ളാക്കണ്ട. ഉപ്പും മുളകും കൊള്ളില്ല. ഇങ്ങനെ കഴിക്കാം.